ചിലപ്പോഴെങ്കിലും നമുക്ക് ലൈഫിൽ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഒരു 2 റൗണ്ട് നടക്കാൻ വേണ്ടി പോകട്ടോ. ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങും. ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ രാവിലെ ആവുന്നു രാത്രി ആവുന്നു, നമുക്ക് ഒരു പുതുമ ഉണ്ടാവില്ല. നമുക്ക് ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നല്ല തണുപ്പായിരിക്കും കേട്ടോ രാവിലെ തന്നെ. നല്ലൊരു ഫീലാണ് പോയി വന്നു കഴിഞ്ഞാൽ. അതിനുശേഷം എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും മറ്റുള്ള പരിപാടികളൊക്കെ നോക്കുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് പോയി തുടങ്ങിയതിന് ശേഷം നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു മൈൻഡിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണേ. ഞാനിന്ന് രാവിലെ നൂൽപുട്ടും കോഴിമുട്ടക്കറിയുമാണ് ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ ഷോർട്സിലും അതേപോലെ തന്നെ ലോങ് വീഡിയോയിലും രണ്ടിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ലഞ്ച് പരിപാടികളൊക്കെ നോക്കിയത്. കുറച്ച് പരിപ്പെടുത്ത് മുളകിട്ട് വെച്ചു, മീൻ ഉണ്ടായിരുന്നു, അത് തേങ്ങ അരച്ച് വെച്ചു, പിന്നെ കോവയ്ക്കേൻ്റെ ഒരു ഉപ്പേരിയും വെച്ചു. ഇതൊക്കെയാണ് വെച്ചത്. ഇതൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. വേറെ എവിടെയല്ല, അല്ലുവിൻ്റെ സ്കൂളിൽ കലോത്സവം നടക്കുകയാണ് കേട്ടോ, ജില്ലാ കലോത്സവം. അപ്പോൾ മോളൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, അവളെ അവിടെ വിട്ടതിന് ശേഷം ഞാൻ കുറച്ചധികം നേരം ഒരു 3 മണി വരെ തന്നെ പോയിരുന്ന് പരിപാടികളൊക്കെ കണ്ടു. കുറേ കാലമായിട്ട് മോള് ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും എനിക്ക് പോയി കാണാൻ പറ്റാറുണ്ടായിരുന്നില്ല. അവൾ കരയൊക്കെ ചെയ്യല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നിൽക്കില്ല. അപ്പോൾ അവൾ സ്കൂളൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം ഞാൻ എനിക്ക് എന്താണോ കാണേണ്ടത്, എൻ്റെ ഇഷ്ടങ്ങൾ അതൊക്കെ നോക്കി ഇപ്പോൾ നടക്കുകയാണ് കേട്ടോ. കുറച്ചധികം നേരം പോയി കണ്ടു. ഇന്ന് തന്നെയാണ് അല്ലുവിന് സ്കൂളിൽ നിന്നൊരു ടൂറ് പോകുന്നത്. അത് രാത്രി 10 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. ഞാനും അച്ഛനും കൊണ്ടുവിട്ടു കേട്ടോ സ്കൂളിൽ. സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സനന്തേട്ടനും ഇവിടെ ഇല്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം